السلام عليكم. بسم الله، الحمد لله، اللهم صل على محمد وعلى آل محمد. أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم إياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا يأمركم أن تتخذوا الملائكة والنبيين أربابا. സ്നേഹാദരണീയരായ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സദസ്സുള്ളവരും ഇല്ലാത്തവരുമായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, നമ്മയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏകനും ആരാധനക്കർഹനും അത്യുത്തമമായ നാമ ഗുണ വിശേഷണങ്ങളുടെ ഉടമസ്ഥമായ അല്ലാഹുവിൻ്റെ വിധിവിലക്ക് ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളും ജീവിക്കണമെന്ന് ഞാൻ എന്നോടെന്നോണം നിങ്ങളെയും ബലവത്തായി ഉപദേശിക്കുന്നു. നാം സൂക്ഷിച്ച് ജീവിച്ച് നരകാകിയിൽ നിന്നും അകറ്റപ്പെട്ട് വിചാരം കൂടാതെ തന്നെ ജന്നാത്തുൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി നിൽക്കുമാകട്ടെ. ആമീൻ. അതിനായി വിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് വായിച്ച് പഠിച്ച് അത് തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും പഠിച്ചറിഞ്ഞുകൊണ്ട് നബി സാഹിബ് ചെയ്ത മാർഗം അലി സാഹിബി, ഞാനും എൻ്റെ സാഹിബ് ചെയ്ത ഒരു മാർഗത്തിലുള്ള ആ മാർഗം, അതാണ് സലഫി മനഹജ്, അതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. അതിൽ ഉറച്ചു നിന്ന് ജീവിതം മതങ്ങളായി ജീവിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി മരിക്കുവാൻ, അങ്ങനെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ്. ആമീൻ. ഞാൻ ഓതി കേൾപ്പിച്ചത് സൂറത്ത് ആൽ ഇമ്രാൻ 80-ാമത്തെ വചനം. അല്ലാഹു തആല നമുക്ക് നൽകുന്ന മഹത്തായ ഒരു ഉപദേശമാണ്. ഹൃദയം ശ്രദ്ധിക്കുക. പിന്നീട് നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദത്തിലേക്ക് പോകാം. വലാ യൗമറക്കും, അദ്ദേഹം നിങ്ങളോട് കൽപ്പിക്കുകയില്ല. ആരെ? പ്രവാചകൻ. അൻ തത്തഖ്ദൂൽ മലായികത വന്നബിയ്യീന അർബാബ, മലക്കുകളെയും നബിമാരെയും രക്ഷകർത്താക്കളായി സ്വീകരിക്കണമെന്ന് ആര് കൽപ്പിക്കുകയില്ല? പ്രവാചകൻ കൽപ്പിക്കുകയില്ല. അയ്മുറുക്കും ബിൽ കുഫ്രി ബഅദ ഇദ് അൻതും മുസ്ലിമൂൻ. കാരണം എന്തുകൊണ്ട് കൽപ്പിക്കൂല? അത് കുഫറാണ്. അള്ളാഹുവിന് പുറമെ വൈബിയ നിലക്കുള്ള സഹായഭ്യർത്ഥനക്കായി മലക്കുകളോട്, മലക്കുകൾ നമ്മൾ കാണുന്ന വൈബാണ്, ജിന്നുകൾ വൈബാണ്, മറ്റു മഹാന്മാർ വൈബാണ്, പ്രവാചകന്മാരൊക്കെ വൈബാണ്. അതൊക്കെ മരിച്ചുപോയി, വഫാത്തായിപ്പോയി. മഹാന്മാരൊക്കെ തന്നെ വഫാത്തായിപ്പോയി, ശുഹദാക്കന്മാരൊക്കെ വഫാത്തായിപ്പോയി. അവരൊക്കെ വൈബാണ്. അവരൊക്കെ എന്ത് ചെയ്യുക? രക്ഷകർത്താക്കളെ സ്വീകരിക്കാനും ആര് കൽപ്പിക്കുകയില്ല? ഒരൊറ്റ പ്രവാചകനും കൽപ്പിക്കുകയില്ല. പ്രവാചകന്മാരൊക്കെ തന്നെ ഓയ്ബിയെ നിലക്ക് അള്ളാഹുവിന് മാത്രം രക്ഷകർത്താക്കളായി സ്വീകരിക്കാനാണ് കൽപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു അല്ലാതെ നിങ്ങൾക്ക് രക്ഷകനില്ല, അള്ളാഹു അല്ലാതെ സഹായിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുന്നു? ആവർത്തിച്ച് നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മളെല്ലാ അവസ്ഥകളും എപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവാണ്. അള്ളാഹുവാണ് നമ്മൾ സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ പരലോകത്ത് നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നതും അവിടെ നമ്മുടെ കർമ്മങ്ങളനുസരിച്ച് പ്രതിഫലം നൽകുന്നതും അള്ളാഹുവാണ്. മനുഷ്യരൊക്കെ സൃഷ്ടികളാണ്. ജിന്നുകൾ, അതേപോലെ എല്ലാ വസ്തുക്കളും അള്ളാഹു എന്തൊക്കെയുണ്ടോ അവയൊക്കെ എന്താവുന്നു? സൃഷ്ടികളാവുന്നു. അള്ളാഹുവിന് മാത്രം ആരാധിക്കുക, അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം. ആരാധനകൾ മുഴുവനും അള്ളാഹുവിനെ അർപ്പിക്കുക. നേർച്ചകളാകട്ടെ,
പ്രാർത്ഥനകളാകട്ടെ, പാപമോചന തേട്ടങ്ങളാകട്ടെ, മുഴുവനും വൈബിയ നിരക്ക് നടത്തുന്ന എല്ലാ സഹായപ്രവർത്തനങ്ങളും രക്ഷാഭ്യർത്ഥനകൾ ഒക്കെ വൈബിയ നിരക്ക് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും കാണിച്ചുകൊണ്ടും പരസ്പരം ടെലിഫോണിൽ കൂടിയൊക്കെയുള്ള സഹായപ്രവർത്തനയെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. കാണുന്നില്ല, നമ്മൾ സംസാരിച്ചാൽ മറുപടി ഒന്നും പറയുന്നില്ല, സൃഷ്ടികളോടല്ല, അള്ളാഹുവിനോട് വൈബിയ നിരക്കുള്ള സഹായപ്രവർത്തന അള്ളാഹുവിനോട് മാത്രം. അതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. മലക്കുകളും ജിന്നുകളൊക്കെ വൈബാണല്ലോ, മനുഷ്യ മഹാന്മാരോ വൈബാണ്. അവരോട് സഹായപ്രവർത്തനം എന്താവുന്നു? വൈബിയ നിരക്ക് എല്ലാ സഹായപ്രവർത്തനം ആരാധനയാവുന്നു. അപ്പോൾ മലക്കായും ശരി, ജിന്നായും ശരി, അപ്പോൾ അള്ളാഹുവിനാണ് ആരാധന അർപ്പിക്കേണ്ടത്. അപ്പോൾ ആരാധനക്കാരൻ അള്ളാഹുവാണ്. അള്ളാഹുവിനെ ആരാധന കാണിക്കുമ്പോൾ തൗഹീദായി. അള്ളാഹു ഒഴികെയുള്ളവർക്ക് ആരാധന അർപ്പിച്ചാൽ ശിർക്ക് വരും. മലക്കായും ശരി, ജിന്നായും ശരി, പ്രവാചകന്മാരായും ശരി, ഔലിയാക്കന്മാരായും ശരി, ആരോട് എന്ത് ചെയ്യുന്നു, ആർക്ക് ആരാധന അർപ്പിച്ചാലും ശരി എന്ത് വരും? ശിർക്ക് വരും. ശിർക്കോട് പെട്ടാൽ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. മനസ്സിലാണ്ട? അപ്പം എന്താണ് ആരാധനകൾ? നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, നേർച്ചകൾ, പ്രാർത്ഥനകൾ, പാപമോചനങ്ങൾ, വൈബിയുള്ള സഹായഭ്യർത്ഥനകളൊക്കെ തന്നെ ആരാധനകളാവുന്നു. അപ്പം ഇത്തരത്തിലുള്ള ആരാധനകൾ അള്ളാഹുവിന് മാത്രം അർപ്പിക്കുക. അതാണ് തൗഹീദ്. തൗഹീദോട് മരിച്ചാൽ എത്ര തന്നെ പാപങ്ങൾ ചെയ്താലും ശരി അള്ളാഹു തആല ഒന്നുകിൽ പുറത്തു വരും, അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന ശേഷം എങ്കിലും സുഖത്ത് പ്രവേശിപ്പിക്കും. എന്നാൽ ചെറിയൊരു ശിർക്ക് അള്ളാഹുവിന് അർപ്പിക്കേണ്ട ആരാധനയിൽപ്പെട്ട നേർച്ച അള്ളാഹുവിനുള്ളവർക്ക് ഏതെങ്കിലും ജാർത്തിങ്ങിലേക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും നേർച്ചയാക്കിയെന്ന് കരുതുക, എങ്കിൽ ശിർക്ക് വന്നു. അതേപോലെ തന്നെ അള്ളാഹുവിന് അർപ്പിക്കേണ്ട പ്രാർത്ഥന, രക്ഷിക്കണേ കാക്കണേ, ആ പ്രാർത്ഥനയാണ് വൈബിയ നിരക്ക്. അത് പരിഗണ രക്ഷിക്കണേ, മുനിശിക്കണേ, കാക്കണേ എന്നിങ്ങനെ രക്ഷാഭ്യർത്ഥന ചെയ്യാൻ എന്തായി? ശിർക്ക് വരും. കാരണം അതെന്താ? അത് ദുആ ഇബാദയാണ്. ദുആ അത് ആരാധനയാവുന്നു. ആരാധനക്കാൻ അള്ളാഹു പോകുന്നു. അള്ളാഹുവിന് അർപ്പിക്കേണ്ട വൈബിയ സഹായഭ്യർത്ഥന സൃഷ്ടികൾ അർപ്പിച്ചാൽ ശിർക്ക് വരും. ശിർക്കോട് മരണപ്പെട്ടാൽ നമ്മൾ ആമിലെ ഭാഗത്തിന് അള്ളാഹുവിന്റെ ഭാഗത്തിലേക്ക് കളയും, ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇത്രയും ഭയങ്കരമായ മഹാപാപമാണ്. അതേപോലത്തെ പാപമോചന തേട്ടം, തെറ്റുകുറ്റങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോടാണ് പാപമോചനം തേടേണ്ടത്. അള്ളാഹു പഠിപ്പിച്ചു വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വന്നു. ആരോടല്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ല. കാരണം ഖുർആൻ പറഞ്ഞു, അള്ളാഹ് അല്ലാതെ ആരാ പാപം പൊറുക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഇല്ലാത്ത നിശ്ചയം കാര്യം നീ അല്ലാതെ പാപം പൊറുക്കുകയില്ല. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് നമുക്ക് പറയുന്ന സന്ദേശങ്ങളാണ്. അള്ളാഹുവിനോട് പാപം തേടുക, അള്ളാഹുവിനോട് പാപം തേടുക എന്ന് ആവർത്തിച്ച് പറയും. അങ്ങനെ അള്ളാഹുവിനോട് പാപം ജനം തേടിന് പകരം ഇന്നലെ എന്ത് ചെയ്യുന്നു? കുറേ ആളുകളെ സ്വലാത്ത് നഗറിൽ സമ്മേളിപ്പിച്ചു. ഓർക്കുന്നുണ്ടാ? കുറേ ആളുകൾ, സത്യവിശ്വാസികളായ ആളുകൾ എന്ത് ചെയ്തു? അവിടെ ഭയങ്കരമായ സമ്മേളനം ഒരുമിച്ച് കൂട്ടി. ജനങ്ങൾ മുഴുവനും അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? അവർ അള്ളാഹു ഒഴികെയുള്ളവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം തേടിപ്പിക്കുന്നു. തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളാക്കുക. തങ്ങളെ ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു, ഞങ്ങൾ പാപം പുറത്തരണേ എന്ന് പാപമോചനം തേടിപ്പിക്കുക. തങ്ങന്മാരും ശേഖന്മാർക്കും എന്ത് ചെയ്യും? ചൊല്ലിക്കൊടുക്കും, പാപം പുറത്തരണേ എന്ന് പറഞ്ഞ്. പിന്നെ വൈബിയ പല സഹായപ്രവർത്തനങ്ങളും എന്ത് ചെയ്യുന്നു? അവർക്ക് ചെയ്യിപ്പിക്കുകയാണ്. കാരണം അവരെന്ത് ചെയ്തിരിക്കുന്നു? ജായിസാണ്, പൂർവ്വന്മാരെ വാപ്പന്മാർക്ക് ചെയ്തു പോകുന്നതാണ്. ഖുർആനോ ഹദീസോ അതിന് യാതൊരു തെളിവുമില്ല. അവളും റസൂലും എന്ത് ചെയ്ത് പഠിപ്പിച്ചു വന്നിട്ടില്ല, പഠിപ്പിച്ചെരിയുമില്ല. അതാണ് നമ്മൾ ഓതി കേൾപ്പിച്ച ആയത്തിലൂടെ അല്ലാഹു തആല പറഞ്ഞത്. വലാ യംറുക്കും, അദ്ദേഹം നമ്മൾ കൽപ്പിക്കുകയില്ല എന്ത്?
അന്തത്തഹദൂ നിങ്ങൾ സ്വീകരിക്കുവാൻ മലായികത്തെ മലക്കുകളെ ഒന്നബീനം നബിമാരെയും അർബാബ രക്ഷകർത്താക്കളായി. പരലോകത്ത് നമുക്ക് രക്ഷ കിട്ടണം. ആ പാപ്പം പൊടുത്ത് കിട്ടിയെങ്കിലല്ലേ രക്ഷ കിട്ടുള്ളൂ. അതിനെന്തില്ല, നബിമാരോടോ മലക്കുകളോടോ എന്താക്കി എന്താ അല്ല രക്ഷകർത്താക്കളായി സ്വീകരിക്കുവാൻ അല്ലാഹു തആല ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടില്ല. അതൊക്കെ കാഫിര്യങ്ങളുടെ വാദമാണ്. കാഫിര്യങ്ങൾ എന്ത് ചെയ്തിരുന്നു? ഒരിക്കലും മുശ്രിക്കീങ്ങൾ അള്ളാഹു ഒഴിയുള്ളവർക്ക് നേർച്ചകൾ അർപ്പിച്ചിരുന്നു, അവരോട് രക്ഷാഭ്യർത്ഥിച്ചിരുന്നു. ഇതിനു വേണ്ടിയിട്ട് കൂട്ടരൊക്കെ ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശക്കാരാണ് എന്നുള്ള ന്യായമായി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഇക്കൂട്ടരോടൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനെ അടുപ്പിക്കുവാൻ വേണ്ടിയാവുന്നു. അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇത് ചെയ്തിട്ടില്ല. അള്ളാഹു റസൂല് പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ പഠിപ്പിക്കുമായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിയെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. മലക്കുകളോടോ ജിന്നുകളോടോ മരിച്ചുപോയ മഹാന്മാരോടോ വഫാത്തായ പ്രവാചകന്മാരോടോ രക്ഷ അഭ്യർത്ഥിക്കുവാനും പാപവും തേടുവാനും നേർച്ചകൾ അർപ്പിക്കുവാനും ഒക്കെ തന്നെ ആര് പഠിപ്പിക്കുമായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അപ്പം നബി സാഹിബ് ലഭിച്ച മാർഗത്തിൽ എന്തില്ല, അതില്ല. പിന്നെ എന്ത് ചെയ്യുന്നു? ഇവർ പണ്ഡിതന്മാരെ ആളുകൾ വിശുദ്ധ ഖുർആനിൽ നിന്നും ഏതെങ്കിലും ആയത്തുകൾ എന്ത് ചെയ്യുന്നു? ദുർവ്യാഖ്യാനം നടത്തുന്നു, പൂർവികന്മാരെ ചെയ്തു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാവുന്നു അവരെന്ത് ചെയ്തിരുന്നത്? ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അത് പ്രത്യേകം പ്രമേയം എഴുതി പാസ്സാക്കിയിട്ടുമുണ്ട്. മരിച്ചുപോയ മഹാന്മാരുള്ള സാഹിബത്തിനെ പോലെ ഒരു ബദ്ധ കുത്തിവെക്കുക അനുവദനീയമാവും ജായിസാവുന്നു എന്നൊരു പ്രമേയം ചെയ്തു എഴുതി പാസ്സാക്കിയിട്ടുണ്ട്. ഖുർആൻ ഹദീസ് അത് തെളിവ് കൊടുക്കാതെ പൂർവികന്മാരായ വാപ്പമാൻ ചെയ്തു പോകുന്നു എന്നുള്ള തെളിവ് മാത്രമായിരുന്നു അവർക്കുള്ളത്. അതുകൊണ്ട് ഔലിയ റസൂൽ പഠിപ്പിക്കാത്ത ഒരു കാര്യം ദീനിൽ കൊണ്ടുവരിക, നടപ്പാക്കുക എന്നതെന്ത് ചെയ്യുന്നു? അത് മഹത്തായ അപകടമാകുന്നു. അങ്ങനെ നമുക്കാർക്കും പാടുള്ളതല്ല. എന്താണോ ദീനിൽ അള്ളാഹു റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അത് ആയിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. സാഹിബന്മാർ എന്തൊക്കെയാണ്, നബി സാഹിബത്തെ എന്തൊക്കെയാണ് പഠിപ്പിച്ചു തന്നത് അവിടെ നമ്മൾ നിൽക്കണം. അത് അപ്പുറത്തോ പോയാൽ പൂർവികന്മാരൊക്കെ ചെയ്തു പോകുന്നു, അക്കാരണത്താൽ നമ്മൾ ചെയ്തു പോന്നാൽ നമ്മൾ എന്ത് ചെയ്യും? വഴി വെച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബന്മാരും പഠിപ്പിച്ചു തന്നാൽ എവിടെ നമ്മൾ നിൽക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എത്ര കാര്യങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക, മനസ്സിലാക്കി ഉൾക്കൊള്ളുക, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാഹു തൗഫീഖ് മാറട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم انا نسالك من خير ما سالك نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ من نبيك محمد صلى الله عليه وسلم المستعان من البلاغ لا حول ولا قوه الا بالله. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അല്ലാഹുവേ, പ്രയാസങ്ങൾ ഞെരുക്കുന്ന ബുദ്ധിമുട്ട് ഞങ്ങൾ ധാരാളമായുണ്ട്. ഞങ്ങൾ വീടുകളിൽ 2 രോഗികളായവരുണ്ട്. ഞങ്ങൾക്കും അവർക്കും എല്ലാ പ്രയാസങ്ങളും ഞെരുക്കളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അല്ലാഹുവേ നീ രക്ഷ നൽകണമേ. ഞങ്ങൾ സമാധാനത്തോടുകൂടി ജീവിക്കാനും പാപങ്ങളെ പുറത്തു കിട്ടുവാനും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനും അല്ലാഹുവേ നീ ഞങ്ങൾ തൗഫീഖ് നൽകണമേ. ഞങ്ങൾ പ്രാർത്ഥന സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് ഇന്നോടെല്ലാം മറ്റൊന്നും വായിക്കുവാനില്ല, ഒന്ന് സ്വീകരിക്കണമേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅത്തുബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.